കാണുന്നത് മൃതദേഹത്തിനരികെ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് തല മുതൽ അരഭാഗം വരെ മൂടിയിരിക്കുന്ന അവസ്ഥയിലും താഴേക്ക് നീക്കിടുമായിരുന്നു. 6:20 ഹരിതകർമ്മ സേനാംഗമാണ് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവരിത് കണ്ടിട്ടാണ് എന്നെ വിവരം അറിയിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ എത്തിയുണ്ടായി. അപ്പോൾ നമ്മൾ കാണുന്നത് മൃതദേഹത്തിനരികെ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് തല മുതൽ അരഭാഗം വരെ മൂടിയിരിക്കുന്ന അവസ്ഥയിലും താഴേക്ക് നീക്കിടുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മൃതദേഹം കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയുണ്ടായി. ജോർജ് അന്നേരം എന്താ പറഞ്ഞോണ്ടിരുന്നത്? അദ്ദേഹം സുബോധത്തിലായിരുന്നില്ല. അദ്ദേഹം എന്നോട് വ്യക്തം എന്തൊക്കെയോ സംസാരിക്കുകയും എന്നെ എഴുന്നേക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. അതാണ് ഉണ്ടായത്. ഈ ജോർജിന്റെ ഒരു സാധാരണ ഇങ്ങനെ കുറച്ചൊക്കെ മദ്യപിക്കുന്നൊക്കെ ഒരാളാണ്. അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. മകളും ഭാര്യയും ഇവിടെയുണ്ട്. മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ സംബന്ധമായിട്ട് അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് ഭാര്യയും മകളും. അദ്ദേഹം മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച് കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലാണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് എനിക്കറിവില്ല. ഇവിടെ ഈ മരിച്ച സ്ത്രീ അപ്പം മുമ്പ് എങ്ങും നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മൾ ആരും കണ്ടിട്ടില്ല. അവരെ ഇവിടെ ഈ നാട്ടിലെങ്ങും കണ്ടതായിട്ട് ആർക്കും അറിവില്ല. മലയാളിയായിട്ട് തോന്നുന്നില്ല ഫേസ് കണ്ടിട്ട്. ഞങ്ങൾ പോലീസ് ഫോട്ടോ കാണിച്ചായിരുന്നു. മലയാളിയായിട്ട് തോന്നുന്നില്ല. ക്ലീനിങ്ങിനൊക്കെ വീട്ടിൽ ആരെങ്കിലും വരുന്ന അങ്ങനെയുള്ള ഒരാളാണ്? അങ്ങനെയുള്ള അത്യാവശ്യമുള്ള ഹിന്ദിക്കാരൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു മുഖപരിചയം കാണുന്നില്ല, ഇവരിൽ കാണുന്നില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ചിപ്പം പോലീസ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഫോട്ടോ ഒക്കെ ഫോട്ടോ കാണിച്ചത് നമുക്ക് പരിചയമില്ല. നാട്ടുകാർക്ക് ആർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്നേരം ഫോട്ടോ എല്ലാവരെയും കാണിച്ചിരുന്നു. ആർക്കും പരിചയമുള്ളതല്ല ഇവരെ. മലയാളി അല്ല ആണോ? അങ്ങനെ മലയാളിയാണെന്ന് തോന്നുന്നില്ല. ഫോട്ടോ കണ്ടിട്ട് നമുക്ക് മലയാളി ലുക്കായിട്ട് തോന്നിയില്ല. അവരുടെ ശരീരത്തിൽ മുറിവുകളോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ചാക്ക് അരഭാഗം വരെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ നെയ്ക്കഡായിരുന്നു. പോലീസ് വന്നതിന് ശേഷം അത് തുണിയിട്ട് മൂടുകയാണ് ഉണ്ടായത്. അവിടെ ഒന്നും വേറെ നമ്മളൊന്നും കണ്ടില്ല. പുള്ളി ആരോടെ ചാക്ക്? ഇവിടെ അടുത്തൊരു കടയിൽ പോയിട്ട് വെളുപ്പിന് 4:30 ശേഷം 2 പ്ലാസ്റ്റിക് ചാക്ക് പട്ടിയെ കുഴിച്ചു മൂടാനെന്നുള്ള രീതിയിലാണ് ചാക്ക് വാങ്ങിയെന്നുള്ളതാണ് അറിയപ്പെടുന്നത്.